So Hungarian Grand Prix is filled with a lot of emotions. Some drivers were happy, some got a lot of penalties, and some drivers was very furious. There was many emotions in the Hungarian Grand Prix. സോ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ആസ്റ്റൺ മാർട്ടിനെ കുറിച്ച് പറയണം. ആസ്റ്റൺ മാർട്ടിനിലെ പ്രത്യേകിച്ച് ദി ലെജൻഡറി റൂക്കി ഫെർണാണ്ടോ അലോൺസോയെ പറ്റി പറയണം. അത് ഈ സീസണിൽ ആദ്യമായിട്ട് ഫെർണാണ്ടോ അലോൺസോ ക്വാളിഫൈ സെഷൻസിൽ Q2 വരെ വന്നു. സാധാരണ ഇതിനു മുമ്പുള്ള റേസസിലെല്ലാം ക്വാളിഫയേഴ്സിൽ Q1 തന്നെ എലിമിനേറ്റ് ആകുമായിരുന്നു. 2 ഡ്രൈവേഴ്സ്, ലാൻസ് സ്ട്രോൾ ആണെങ്കിലും അലോൺസോ ആണെങ്കിലും Q1 തന്നെ ഔട്ട് ആകുമായിരുന്നു. ഈ സീസണിൽ ആദ്യമായിട്ട് Q2 സെഷൻ വരെ ഫെർണാണ്ടോ അലോൺസോ വന്നു. Q2 എലിമിനേറ്റ് ആയി. അപ്പം ആസ്റ്റൺ മാർട്ടിൻ പുതിയ അപ്ഗ്രേഡ്സും കാര്യങ്ങളോട്ടൊക്കെയാണ് വന്നത്. ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി വന്നപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ കാറുമായിട്ടാണ് ആസ്റ്റൺ മാർട്ടിൻ വന്നത്. അപ്പോൾ കാറിൻ്റെ ടോട്ടൽ എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വിങ് ആണെങ്കിലും റിയർ വിങ്, സൈഡ് പോർട്സ്, എൻജിൻ്റെ സെക്ഷൻസ് ആണെങ്കിലും മറ്റേ ബാറ്ററി സെക്ഷൻസ് ആണെങ്കിലും എല്ലാ രീതിയിലും എല്ലാം അടിച്ചു പണിത് പുത്തൻ സെറ്റപ്പുമായിട്ടാണ് ഹംഗറിയിലേക്ക് വന്നത്. ഹംഗറിയിലെ ആദ്യത്തെ 3 ഫ്രീ പ്രാക്ടീസ് സെഷൻസിലും മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോണ്ട അവർക്ക് പുതിയ എഞ്ചിൻ, അതായത് സ്പെക് ബി എഞ്ചിൻ അയച്ചു കൊടുത്തു. അത് വെച്ചിട്ടുള്ള മാക്സിമം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഹംഗേറിയൻ GP റേസിന് അവർ വന്നത്. അപ്പം ഇനിയും ഹംഗേറിയൻ GP കഴിഞ്ഞ് 1 മാസത്തേന് ഒരു ബ്രേക്കാണ്. ആ സമയത്ത് അവർക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനും വീണ്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. സോ ഹോപ്പ് ദേ വിൽ കം ബാക്ക് ഈവൻ ബെറ്റർ ഇൻ ദി കമ്മിങ് റേസസ് ഇൻ ദ സെക്കൻഡ് ഹാഫ് സെക്ഷൻസ് ഓഫ് ദി സീസൺ. സോ അങ്ങനെ ആസ്റ്റൺ മാർട്ടിന് പുതിയ അപ്ഗ്രേഡ്സും കാര്യങ്ങളുമായിട്ടൊക്കെ വന്ന് വീണ്ടും അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ദേ ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ പവർഫുൾ. അതുമാത്രമല്ല, ഡച്ച് ഗ്രാൻഡ് പ്രിക്ക് മുമ്പായിട്ട് വീണ്ടും ഒരു എഞ്ചിൻ അപ്ഗ്രേഡുമായിട്ട് ആസ്റ്റൺ മാർട്ടിൻ വരും. അപ്പം ദേ വിൽ ഗെറ്റ് ഈവൻ ബെറ്റർ. സീസൺ ഹാഫ് ആയപ്പോഴത്തേന് ഈ സീസണിലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള കാർ കാഡിലാക്കാണ്. അത് കഴിഞ്ഞിപ്പം വീണ്ടും സ്ലോവസ്റ്റ് ആയിട്ടുള്ളത് വില്യംസ് ആണ്. വില്യംസിനുള്ളത് മെഴ്സിഡസിൻ്റെ എഞ്ചിനാണ്. എങ്കിൽ പോലും ദേ ആർ നോട്ട് ഈവൻ ക്ലോസ് ടു ദി ഹാസ് ഫോർമുല 1 ടീം. എന്താണ് അവരുടെ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. നല്ല എഞ്ചിൻ, നല്ല പവർ യൂണിറ്റ് ആണുള്ളത്, നല്ല ടീം പ്രിൻസിപ്പിളാണ്, നല്ല ഡ്രൈവേഴ്സാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. കാഡിലാക്കിൻ്റെ കാര്യം വിട്ടെ, കാഡിലാക്ക് ഒരു പുതിയ ടീമാണ്. അവരെന്തായാലും ഈ സീസണിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യാതെ തന്നെ ആയിരിക്കും അവരുടെ പരിപാടി. കാഡിലാക്ക് വീണ്ടും അവരുടെ അപ്ഗ്രേഡ്സ് ഉണ്ടെങ്കിലും വീണ്ടും ബ്രേക്ക് ഡെറ്റ്സ് കരിഞ്ഞു പോവുക, ഓവർ ഹീറ്റായി പോവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പം കാഡിലാക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം വില്യംസ് മാത്രമാണ്. അപ്പോൾ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റിൽ അവിടെ വില്യംസിൻ്റെ ടീം പ്രിൻസിപ്പൾ ജെയിംസ് ഹോൾസ് പറഞ്ഞത് 2027 സീസണിലേക്ക് യു വിൽ ഗെറ്റ് ബെറ്റർ എന്നാണ് പുള്ളി പറയുന്നത്. സോ നമുക്കത് നോക്കി കാണാം. And now we have to discuss about the qualifying sections. I have already made a detailed video of the qualifying sections. You guys can check out in my channel. So qualifying sectionsൽ ഒത്തിരി മറിമായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ക്വാളിഫൈങ് സെക്ഷൻസിൽ എടുത്തു പറയാനുള്ളത് റെഡ് ബുള്ളിൻ്റെ കാര്യമാണ്. റെഡ് ബുള്ളിൽ വീണ്ടും മാക്രീന വിങ് കൊണ്ടുവന്നു. വീണ്ടും റെഡ് ബുള്ളിൻ്റെ 2 ഡ്രൈവേഴ്സ് സ്പിന്നായി പോയിട്ടുണ്ട്. റെഡ് ബുള്ളിന് ആ ഒരു ട്രാക്ടറാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതർ ദേ ഹാവ് ടു ഡെവലപ്പ് എ ബെറ്റർ റിയർ വിങ് ഓർ മാക്രീന വിങ്. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അവിടെയും അവരുടെ മാനേജ്മെൻറ്റ് സൈഡിലും മാനുഫാക്ചറിങ് സൈഡിലും എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് മെഴ്സിഡസിലെ ജൂനിയർ ഡ്രൈവേഴ്സിനെ സ്കൗട്ട് ചെയ്യുന്ന ഗ്വെൻ ലെഗ്രൂ എന്ന് പറയുന്ന അയാളെ റെഡ് ബുള്ള് ടീമിൽ എത്തിക്കുന്നത് 2027 സീസണിലേക്ക് ടീമിലേക്ക് എത്തിക്കുമെന്നൊക്കെയാണ് അപ്ഡേറ്റ് വരുന്നത്. അതായത് ഹെൽമട്ട് മാർക്കോയ്ക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവരാനായിട്ടാണ്. അപ്പോൾ ഹെൽമട്ട് മാർക്കേ അറിയാമല്ലോ, എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ ഫോർമുല 1 കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. മാക്സ് വെർസ്റ്റാപ്പൻ, സെബാസ്റ്റ്യൻ വെറ്റൽ, മാർക്ക് വെബർ, ഡാനിയൽ റിക്കാർഡോ, പിയർ ഗ്യാസ്ലി, കാർലോസ് സൈൻസ്, സെർജിയോ പെരസ്, ഐസക് ഹഡ്ജർ, ഇതെല്ലാം എല്ലാ ഡ്രൈവേഴ്സിനെയും ഫോർമുല 1 കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഹെൽമട്ട് മാർക്കോ. അപ്പോൾ ഹെൽമട്ട് മാർക്ക് റീപ്ലേസ് ചെയ്തിട്ടാണ് ഗ്വെൻ ലെഗ്രോവിനെ റെഡ് ബുള്ള് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. റെഡ് ബുള്ള് വരുന്ന സീസണിൽ സെറ്റപ്പ് ആകുമെന്ന് തോന്നുന്നു. പക്ഷെ അത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് മാക്സ് വെർസ്റ്റാപ്പൻ പോഡിയത്തിൽ വന്നു. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. അതും റെഡ് ബുള്ളിൻ്റെ നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. അതൊരു സോഫ്റ്റ്വെയർ ഇടാനായിട്ടുള്ള ഒരു തീരുമാനം. അതായത് റേസ് ചെയ്യാൻ 28 ലാപ്പ് ബാക്കിയുണ്ട്. അതിനു മുമ്പായിട്ട് മാക്സിനെ പിറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർസ് ഇട്ടു. അപ്പോൾ അതൊരു ബോൾഡ് ഡിസിഷൻ ആയിരുന്നു. ആ ഒരു സോഫ്റ്റ്വെയർ ഇട്ടതുകൊണ്ട് മാക്സിന് നല്ലൊരു പേസും കാര്യങ്ങളും കിട്ടി. അതിൻ്റെ ഒരു റിസൾട്ട് മാക്സിന് കിട്ടിയിട്ടുണ്ട്. മാക്രീന വിങ്ങി കൊണ്ടുവന്ന് കാറ് ഫ്ലിപ്പായി പോകുന്നുണ്ടെങ്കിലും മാക്സിന് അതൊരു ഗുഡ് ന്യൂസ് ആണ്. പിന്നെ സംസാരിക്കാനുള്ളത് ലൂയിസ് ഹാമിൽട്ടണും ആൻഡ് ഹിസ് നെവർ എൻഡിങ് റിലേഷൻഷിപ്പ് വിത്ത് ദി പെനാൽറ്റീസ്. അപ്പം ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയിലും കുറേ പെനാൽറ്റീസും കാര്യങ്ങളും ഒക്കെ ലൂയിസിന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. ലൂയിസിൻ്റെ കാര്യം എത്തുമ്പോഴത്തേന് FIA പെനാൽറ്റീസൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുവാണ്. ലൈൻ തെറ്റിപ്പോയോ പെനാൽറ്റി, പിന്നിലേക്ക് സ്പീഡ് ചെയ്തു പെനാൽറ്റി, ഏതെങ്കിലും കാറുമായിട്ട് കൊളിഷൻ ചെയ്തു പെനാൽറ്റി, കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. അങ്ങനെ ആക്ച്വലി ഹാമിൽട്ടൺ റേസ് കഴിഞ്ഞപ്പം P4 ഫിനിഷ് ആവേണ്ടത്. പക്ഷേ പിറ്റ് ലൈനിൽ 0.1 കിലോമീറ്റർ സ്പീഡ് ചെയ്തുകൊണ്ട് 5 സെക്കൻഡ് പെനാൽറ്റി കൊടുത്തു.
അതുകൊണ്ട് P4 കിട്ടിയില്ല, P5 പോയി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മെഴ്സിഡസിൻ്റെ കാര്യം പറയണം. മെഴ്സിഡസിലെ ജോർജ് റസലിൻ്റെ കാര്യം. ജോർജ് റസൽ കുറേ അൺലക്കി മൊമെൻറ്റ്സും പിന്നെ കാറിൻ്റെ റിലയബിലിറ്റി ഇഷ്യൂസും കാരണം, ജോർജിൻ്റെ കാരണം മാത്രം, കിമിയുടെ കാരണം അത്ര വിഷയം കാണുന്നില്ല. എന്താണെന്നറിയില്ലേ, ജോർജിൻ്റെ സൈഡ് ഓഫ് ഗാരേജിൽ സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. അങ്ങനെ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയുടെ ക്വാളിഫയേഴ്സിലും ജോർജിന് പണി കിട്ടി. പക്ഷേ റേസ് വന്നപ്പോഴും ജോർജിന് പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ P7 സ്റ്റാർട്ട് ചെയ്തത്. റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് എഞ്ചിൻ സ്റ്റോളായിട്ട്, ആൻറ്റി സ്റ്റോളായിട്ട് പൊസിഷൻ ഡ്രോപ്പായി, ലാസ്റ്റ് ആയിപ്പോയി. P21 വരെ ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ നിന്നാണ് റിക്കവറി ചെയ്താണ് അത്രയും കയറി വന്നത്. എന്നിട്ടും സംതിങ് ഈസ് ഗോയിങ് ഓൺ, എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഈ ഒരു ബ്രേക്ക് സമയത്ത് മെഴ്സിഡസ് വീണ്ടും ഡെവലപ്പ് ചെയ്യാനാണ് സാധ്യത. ജോർജ് നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഒരു ഡ്രൈവറാണ്. അതുമാത്രമല്ല, റേസ് കഴിഞ്ഞിട്ടുള്ള പ്രസിൽ പറഞ്ഞത് ഇനിയൊരു ചാമ്പ്യൻഷിപ്പ് കണ്ടന്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതില്ല എന്നാണ് ജോർജ് പറയുന്നത്. അതാണ് ഇപ്പം ലൂയിസ് ഉണ്ട് ടോപ്പിൽ, കിമി, പിന്നെ ലൂയിസ് ഉണ്ട്, ചാൾസ് ഉണ്ട്, പിന്നെ മാക്സിന് പോയിന്റ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മാക്സ് 109 സംതിങ് ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവും സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേനെ. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് കാർലോസ് സൈൻസിനെ പറ്റിയാണ്. കാർലോസ് സൈൻസ് ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയ ഡ്രൈവറാണ്. എനിക്ക് ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രൈവറാണ് കാർലോസ് സൈൻസ്. പക്ഷേ ഇന്നലെ ഹംഗറി വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, പുള്ളിയുടെ മണ്ടത്തരമാണ്. എന്താ പുള്ളി ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ടോപ്പിലുള്ള ഡ്രൈവർ വരുമ്പോഴത്തേന് ഏറ്റവും പുറകെ പോകുന്ന ഡ്രൈവർ മാറിക്കൊടുക്കണമെന്നാണ്, അയാൾ ബ്ലൂ ഫ്ലാഗ് കാണിച്ചാൽ മാറിക്കൊടുക്കണമെന്നാണ് ഇതിൻ്റെ റൂള്. ഇപ്പം ഓസ്കർ പിയാസ്ട്രി ഒരു സർട്ടൺ സ്റ്റേജിൽ അപ്പം P1 വന്നു, നല്ല പൊസിഷൻ ലീഡുണ്ട്. പിയാസ്ട്രി നല്ല പേസിലാണ്, നല്ലൊരു ലീഡ് എടുത്ത് വരുവാണ്. അപ്പം ഒരു സർട്ടൺ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ഏറ്റവും പുറകിലുള്ളത് കാർലോസ് സൈൻസ് ആണ്. കാർലോസ് സൈൻസിന് ബ്ലൂ ഫ്ലാഗ് കാണിച്ചു. കാർലോസ് സൈൻസ് എന്തോ റേസിംഗ് ലൈൻ വിട്ട് മാറാൻ വേണ്ടി സമയമെടുത്തു. ഓസ്കർ പിയാസ്ട്രിയുമായിട്ട് ചെറിയൊരു കോൺടാക്റ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് ഓസ്കർ പിയാസ്ട്രിക്ക് ആ ഒരു പിറ്റ് ചെയ്യേണ്ട വന്നു. വീണ്ടും പൊസിഷൻ ലോസ് ആയിപ്പോയി. അപ്പം അതൊരു വലിയൊരു കോൺട്രവേഴ്സിയാണ്. എന്താണ് കാർലോസ് സൈൻസ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു അട്ടർ ബ്ലണ്ടറാണ്. എന്താണ് സംഭവം? ഇത്ര വിവരമില്ലാത്തൊരു ഡ്രൈവറാണ്. അതുമാത്രമല്ല, ഒരു മോട്ടോർ സ്പോർട്സിലേക്ക് വരുന്ന ഒരു ചെറിയൊരു ഡ്രൈവറിന് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു പാഠമില്ലേ, മീൻസ് ഈ ഫ്ലാഗ്സിൻ്റെ കാര്യങ്ങളും ഓരോ ഫ്ലാഗിൻ്റെ മീനിങ് എന്താണെന്നോ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം അതുപോലും പുള്ളി മറന്നുപോയോ? അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച്, അതായത് കാർലോസ് സൈൻസ് ഓസ്കറുമായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മുടെ മെക്ലാരൻ്റെ ടീം പ്രിൻസിപ്പൽ ആൻഡ്രിയ സ്റ്റെല്ലയോട് ചോദിച്ചപ്പം സ്റ്റെല്ല പറഞ്ഞത് കാർലോസ് സൈൻസ് നല്ലൊരു ഡ്രൈവറാണ്, അവിടെ നമ്മുടെ ഫ്ലാഗ് വീശിയവരുടെ പ്രശ്നമാണെന്നാണ് ആൻഡ്രിയ സ്റ്റെല്ല പറയുന്നത്. പുള്ളി വില്യംസിൻ്റെ ടീം പ്രിൻസിപ്പൾ ആയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടീം പ്രിൻസിപ്പൾ ആകുമ്പോൾ സ്വന്തം ഡ്രൈവേഴ്സിനെ അല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? പുള്ളി ഓസ്കറിനെ തള്ളി പറഞ്ഞിട്ട് കാർലോസ് സൈൻസിനെ കൂടെ പിടിക്കുന്ന പോലെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്ര ഒരു തരം താഴ്ന്ന പരിപാടി കാണിച്ചു. അത് ഓസ്കർ പിയാസ്ട്രിയുടെ ഒരു റേസ് റൂയിൻ ചെയ്തു വരെ. പിന്നെ റേസിൽ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്, ഒരു സർട്ടൺ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ഹാമിൽട്ടൺ മാക്സിനെ കളിയാക്കിയതാണ്, മാക്സ് ഈസ് റിയലി സ്ലോ എന്ന്. അപ്പോൾ അതിൽ കാര്യമുണ്ട്. മാക്സ് ഒരു മീഡിയം ടയേഴ്സിലും ഹാമിൽട്ടൺ സോഫ്റ്റ് ടയേഴ്സിലുമാണ്. ഹാമിൽട്ടൺ മാക്സിൻ്റെ പുറകിലാണ് വരുന്നത്. അപ്പം ഒബ്വിയസ്ലി മീഡിയം ടയേഴ്സിലാണ്. അതുകൊണ്ട് ഹാമിൽട്ടൺ പറയാം മാക്സ് സ്ലോയിലാണ് പോകുന്നതെന്ന്. പക്ഷേ മാക്സിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ മാക്സ് റിയാക്ട് ചെയ്തു. മാക്സ് ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഫെറാറിക്ക് അവരുടെ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലൂയിസിനെ അണ്ടർകട്ട് ചെയ്ത് പിറ്റ് ചെയ്ത് മാക്സിനെ ഹെഡായിട്ട് പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ അവിടെയും മാക്സ് വിട്ടുകൊടുത്തില്ല. മാക്സ് ഒരു കിടിലൻ ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓവർടേക്ക് ഇൻ ദ സീസൺ സോഫാർ എന്ന് വേണേൽ പറയാം. അത്ര അടിപൊളി. ലൂയിസിനെ ഹാമിൽട്ടനെ ഒരുമിച്ച് ഓവർടേക്ക് ചെയ്ത് മാക്സ് കയറിപ്പോയി. അതൊരു ബ്യൂട്ടിഫുൾ ഓവർടേക്ക് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ മാക്സിൻ്റെ ലൂയിസിൻ്റെയും തമ്മിലുള്ള ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 ബ്രദേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ 2 അനിയന്മാർ അല്ലെങ്കിൽ ബ്രദേഴ്സ് 2 പേര് വന്നിട്ട് അവർ തമ്മിൽ ബഹളം ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്യുന്നത് മൈൻഡ് ചെയ്യാതെ അങ്ങ് ബഹളം വെക്കുക, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക. അവരുടെ ബിസിനസ്സിൽ അങ്ങ് നിങ്ങളുടെ അടുത്ത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? ദേഷ്യം വരത്തില്ലേ? അതേ സെയിം ഒരു മൊമെൻറ്റ് റേസിനിടയിലുണ്ടായി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മാക്സ് റൺ ചെയ്യുവാണ്, മാക്സിന് നല്ല പേസ് ഉണ്ട്, പുതിയ ഫ്രഷർ ടയേഴ്സൊക്കെ ഇട്ട് ഒരു സർട്ടൺ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ഫ്രണ്ടിൽ റേസിംഗ് ബുൾസിൻ്റെ 2 ഡ്രൈവേഴ്സും ലിയാം ലോസണും ലിംബ്ലാഡും ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരും പൊസിഷന് വേണ്ടി നല്ല ഫൈറ്റിങ്ങിലാണ്. ഇവർ 2 പേരും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സ് ഇവരുടെ 2 പേരുടെയും പുറകിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഇടയിൽ പെട്ടിട്ട് മാക്സ് റേഡിയോയിൽ കൂടെ പറയുവാണ്, ദേ ഷുഡ് ഗെറ്റ് പെനാൽറ്റി, ദിസ് ഈസ് എഫിങ് റെഡിക്കുലസ് ആൻഡ് ദേ ആർ മോറോൺസ് എന്ന്. ആ റേസിൻ്റെ ഇടയിൽ അത് കാണാൻ ഭയങ്കര കോമഡി ആയിരുന്നു, അത്ര സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി ഹംഗേറിയൻ ഗ്രാൻഡ് പ്രീ. ഹംഗേറിയൻ ഗ്രാൻഡ് പ്രീയിൽ വീണ്ടും കുറേ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ, കുറേ ടീംസും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ കുറേ സ്ട്രാറ്റജി വർക്കാകാതെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില സ്ട്രാറ്റജികൾ വർക്കായി, ചില സ്ട്രാറ്റജികൾ വർക്കാകാതെ പോയി. പിന്നെ വലിയൊരു അപ്ഡേറ്റ് വന്നതാണ്, ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ തിരിച്ചു കൊണ്ടുവരുവാണ്. പക്ഷേ ബഹ്റൈനിലല്ല നടക്കുന്നത്, മലേഷ്യയിലാണ്. മലേഷ്യയിലെ സെപ്പാങ് സർക്യൂട്ടിലാണ്.
അത് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് സർക്യൂട്ടാണ്. അപ്പോൾ ഈ റേസ് നടത്താൻ പോകുന്നത് അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്കും സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്കും ഇടയിലുള്ള ഒരു ടൈമിലായിരിക്കും. സോ അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഗ്രിഡിലുള്ള മോസ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ് സെപ്പാങ്ങിൽ റേസ് ചെയ്തിട്ടില്ല. അതും ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ്. എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. സോ ഇറ്റ് ഈസ് ഗുഡ് ടു സീ ബഹ്റൈൻ ഗ്രാൻഡ് പ്രി ബാക്ക്, ബട്ട് നോട്ട് ഇൻ ബഹ്റൈൻ, ഇൻ സെപ്പാങ്. അപ്പോൾ ഈ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി കഴിഞ്ഞിട്ട് 2-3 വീക്സിനേക്ക് റേസസ് ഒന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേറെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോർമുല 1 ഓഫ്ലൈനിലേക്ക് പോകണം, പക്ഷേ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.